ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം അഷ്ടനാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ശനിക്ക് ലഗ്നബന്ധം വരുമ്പോൾ, അതും പാപത്വമായിട്ടുള്ള ശനിയാണെങ്കിൽ ലഗ്നബന്ധം വരുമ്പോൾ കുറച്ച് നെഗറ്റീവ്സ് പറഞ്ഞിരുന്നു. അപ്പം അതിൽ ആർക്കെങ്കിലും ഒരു ഭയം ഉണ്ടാവോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ശരിയായിട്ട് രീതിയിൽ ജ്യോതിഷം മനസ്സിലാക്കുക, ഭയപ്പെടാനുള്ള ഒരു ശാസ്ത്രമല്ല ജ്യോതിഷം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഭയം ഉണ്ടാവുകയാണെങ്കിൽ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ വീഡിയോ ചെയ്തത്. ലഗ്നത്തിന് ശനിബന്ധം വരുന്ന സമയത്ത് ചില നെഗറ്റീവ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു അറിവ് പങ്കിടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അഷ്ടനാഗങ്ങൾ. അപ്പോൾ നാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഭൂമിയുടെ ഭാരം താങ്ങുന്നതും ദൈവാനുഗ്രഹം നല്ല പോലെ ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിയാണ് നാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടനാഗങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ നാഗം എന്ന് പറയുന്നത് അനന്തനാണ്. നമുക്കറിയാം, അനന്തനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നാഗങ്ങളുടെ രാജാവാണ്. മഹാവിഷ്ണു ശയനം ചെയ്യുന്നത് അനന്തനിലാണ്. രണ്ടെന്ന് പറയുന്നത് വാസുകിയാണ്. വാസുകി എന്നുള്ള ആ നാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സാധിക്കുന്നത് പാലാഴി മദന കഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നാഗം എന്ന് പറയുന്നത് വാസുകിയാണ്. അപ്പോൾ വാസുകിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മഹാദേവന്റെ കഴുത്തിലാണ് എന്നുള്ളതാണ്. അതാണ് അത്രയും വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്. മൂന്നാമത്തെ പറയാനുള്ളത് തക്ഷകനാണ്. തക്ഷകന്റെ ദംശമേറ്റ് മരണഭയം ഉണ്ടായിട്ടുള്ള മഹാരാജാവായിരുന്നു പരീക്ഷിത്ത് രാജാവ്. അപ്പൊ ആ മരണഭയത്തിൽ നിന്ന് ഭാഗവതം കേട്ട് ആ മരണഭയം ഒഴിവായി ശാന്തമായ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു പരീക്ഷിത്ത്. അങ്ങനെ തക്ഷകൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഭാഗവതം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കും അതുപോലെയുള്ള മരണഭയമൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കാം ഈ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് തക്ഷകന്റെ പ്രസക്തി എന്താണെന്നുള്ളത് അറിയാവുന്നതാണ്. നാലാമത്തെ എന്ന് പറയുന്നത് കാർക്കോടകനാണ്. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നളദമയന്തിയുടെ കഥ പറയുമ്പോൾ നളന് അഷ്ടമശനിയുടെ ആധിക്യം കൂടുകയും ധാരാളം വിഷമങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും ആരാണ് രക്ഷയ്ക്കായിട്ട് എത്തുന്നത്? കാർക്കോടകനാണ്. ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുത്ത് വഴി തെളിയിക്കുന്നത് കാർക്കോടകനാണ്. അപ്പൊ ആ കാർക്കോടകന്റെ ആ നളചരിതത്തിൽ വളരെ വ്യക്തമായിട്ട് കാർക്കോടകന്റെ പ്രസക്തി പറഞ്ഞു തരുന്നുണ്ട്. ഇനി കാർക്കോടകന്റെ സ്ഥാനം എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ചക്രത്തിൽ ആണ് എന്നാണ് പുരാണങ്ങളിൽ പറയണത്. വിഷഭയം മാറാനായിട്ട് നമുക്ക് കാർക്കോടകനെ ആരാധിക്കാം. അഞ്ചാമത് പറയുന്നത് പത്മനാണ്. പത്മൻ എന്ന് പറയുമ്പോൾ ധർമ്മം കാക്കുവാനായിട്ടുള്ള നാഗമായിട്ടാണ്. അതും അതിൻ്റെ ദിശയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. തെക്ക് ദിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പത്മനെ പറയുന്നത്. മഹാപത്മൻ എന്ന് പറയുന്നത് മഹാപത്മനാണ്. അത് പറയുമ്പോൾ വടക്ക് ദിശയുമായിട്ട് ധർമ്മം കാക്കുന്ന നാഗമായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. 7 എന്ന് പറയുന്നത് ഗുളികനാണ്. രാഹുകേതു ദോഷ പരിഹാരത്തിന് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു പരിഹാര മാർഗമാണ് ഗുളികനെ ആരാധിക്കുക എന്നുള്ളത്. മന്ദന്റെ മകൻ മാന്തി എന്നുള്ള ഒരു പേര് കൂടെ ഗുളികനുണ്ട്. അപ്പം മരണം പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഗുളികനെ വെച്ചുകൊണ്ടാണ് നോക്കുക. ആ ഗുളികന്റെ സ്തോത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓം ശ്രീ മഹാദേവന്റെ വലത്തെ തൃക്കാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗുളികനെ ആരാധിക്കുമ്പോൾ നമുക്ക് രാഹുകേതു ദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിവൃത്തി ഉണ്ടാവുന്നുള്ളതാണ്. 8 എന്ന് പറയുന്നത് ശംഖപാലനാണ്. ശംഖപാലൻ എന്ന് പറയുമ്പോൾ 3 തലയാണ് ശംഖപാലനുള്ളത്. നീല നിറമാണ്. ഇനി ശംഖപാലന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഗണപതിയുടെ അരക്കെട്ടിനകത്താണ്. അരക്കെട്ടിലാണ് ശംഖപാലന്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എപ്പോഴാണ് നമ്മൾ ഈ നാഗങ്ങളെ പൂജ ചെയ്യേണ്ടത് നോക്കുമ്പോൾ പഞ്ചമി, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി ഈ 3 ദിവസങ്ങളും ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. നാഗാരാധനയ്ക്ക് വളരെ നല്ല സമയമാണ്.
അതിൽ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മാസവും പഞ്ചമി തിഥി ഇതിന് ഉത്തമമാണ്. അതിൽ ശുക്ലപക്ഷ പഞ്ചമി എന്ന് പറയുന്നതാണ് അതി ഉത്തമം എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതുപോലെയുള്ള നാഗാരാധനയിലൂടെ നമുക്ക് ലഭിക്കുക? കുടുംബ തടസ്സം മാറാനായിട്ട്, അതുപോലെ തന്നെ ധനവരവ്, മെയിനായിട്ട് പറയണത് വംശവൃദ്ധിയാണ്. അപ്പൊ ഇന്ന് പറയുന്നത് നമ്മൾ നാഗാരാധനയൊക്കെ വളരെ കുറഞ്ഞു പോണ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഇന്ന് അതിക്രമിച്ചു വരുന്നു. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പൂർവികർ ചെയ്തു പോയിട്ടുള്ള ആ കാര്യങ്ങളിലൂടെ ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുകയും നമ്മുടെ ആ ഒരു സംസ്കാരം വീണ്ടെടുക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നാഗ സംരക്ഷണം, അതുപോലെ നമ്മുടെ കുലദേവതയായിട്ട് കാവൽ ദൈവമായിട്ടൊക്കെ നാഗങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാലഭിഷേകമൊക്കെ ചെയ്യാന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ വംശവൃദ്ധി, അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒത്തൊരുമ, ധനസമൃദ്ധി ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നുള്ളതാണ്. ഈ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.